ഇത് ഓപ്പണേ വരും. കണ്ടോ, നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഹ്യുണ്ടായി നമ്മൾ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള റോ സെക്കൻഡ് റോയിലാണ്. എന്തെങ്കിലും EV സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. ഇന്ത്യാസ് മോസ്റ്റ് സെല്ലിംഗ് SUV ഇറ്റ്സ് വൺ ഓൺലി ഹ്യുണ്ടായി ക്രെറ്റ. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൂടുതൽ ഹ്യുണ്ടായി ക്രെറ്റ EV ആണ്. ഇപ്പോൾ നമ്മൾ EV നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. പലർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ EV എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റൊരു മോഡൽ ഹ്യുണ്ടായി ക്രെറ്റന്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ടും ഒരുപാട് ഫാൻസുള്ളൊരു മോഡലും കൂടിയാണ് ഈ ഒരു ക്രെറ്റ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ EV മോഡൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ പരസ്പരം കണക്റ്റഡ് ആയ ഒരു DR യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല നേരെ താഴെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 360 ക്യാമറ യൂണിറ്റ് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇവിടെ ക്യാമറ യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. പിന്നെ ഫുള്ളി ക്ലോസ്ഡ് അല്ലെ ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഒരു എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അതൊരു ടച്ചബിൾ അല്ല, കവേർഡ് ആയിട്ടാണ് കൊടുത്തുള്ളത്. ഒരു സ്ക്വയർ ഷേപ്പിൽ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. നേരെ താഴെയാണ് ടച്ചബിൾ ആയിട്ടുള്ള എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഹ്യുണ്ടായിൽ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ചാർജിങ് പോർട്ട് വന്നത്. ഈ അതിൻ്റെ ചാർജിങ് പോർട്ട് ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു ഇൻട്രസ്റ്റ് ഫാക്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ ഉണ്ടോ, അതായത് ഈ ഒരു ഗ്രീൻ ലൈന്, അതെന്താ വെച്ചാൽ ചാർജിങ് പെർസെൻറ്റേജിന് കാണിക്കുന്നത്, എത്ര പെർസെൻറ്റ് ചാർജ് ഉണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റാണ്. അത് മാത്രമല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയാണ് ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നേരെ താഴെ ഒരു അഡാസ് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ സെൻസ് കാണലൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ തന്നെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നുള്ളത്. നേരത്തെ ഒരു കർട്ടൻ കാണാൻ സാധിക്കും. അഥവാ വണ്ടിക്ക് ഹീറ്റ് വന്നിട്ട് കൂളാൻ വേണ്ടിയിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് കർട്ടൻ ഓപ്പൺ ആയി വരും. ഇതിൻ്റെ അകത്തൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന സെയിം എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിലൊരു ഗൺമെറ്റൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പറയും സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരു എയർ ഫ്ലോ റെഡി ആവാൻ വേണ്ടി ഒരു കർട്ടൻസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഹെഡ് ലാമ്പും ഡുവൽ ചാമ്പിലെ ഹെഡ് ലാമ്പ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ് ലാമ്പും അതുപോലെ തന്നെ DRലും സെയിം പഴയ മോഡൽ കമ്പയർ ചെയ്യാൻ പറ്റിയാണ് സെയിം ആണ് കൊടുത്തിട്ടുള്ളത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ അപ്പോൾ ഇതാണോ അതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. 17 ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് 4 സ്പോക്കാണ് വീൽ വന്നത്. വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. ഒരു SUV ക്ലാഡിങ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നുള്ളത്. അതുമാത്രമല്ല സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സും താഴെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറയുടെ സൈഡ് വ്യൂ ക്യാമറയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യൂട്ടായ രൂപത്തിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല താഴത്തെ ഒരു ഗവൺമെൻറ്റൽ എലമെൻറ്റ് ക്രെറ്റയുടെ ഐഡൻറ്റിറ്റി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതിൽ റൂഫ് റെയിൽ കാണാൻ സാധിക്കും. അവിടെ ഗവൺമെൻറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്രെറ്റയുടെ സ്വന്തം ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് എലമെൻറ്റ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ക്യാരക്ടർ ലൈൻസ് കാണാനായിട്ട് സാധിക്കും. പോറുള്ളത് അതിനൊരു സൈഡ്. ഇനി നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ആ ഒരു ടൈലാംസ് ആണ്. സ്പ്ലിറ്റഡ് ആയി ടൈലാംസ് ആണ്. അതുപോലെ തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ടൈലാംസ് വന്നിട്ടുള്ളത്. ഹ്യുണ്ടായിൻ്റെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടൈലാമും അതിൻ്റെ അകത്ത് കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. ഡിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലംബ് വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. ഷാർഫിൻ ആൻറ്റിനി അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ക്രെറ്റാന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ യൂണിറ്റ്, പാർക്കിംഗ് സെൻസേഴ്സ്. ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു സ്ക്വയർ എലിമെൻറ്റ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ലാമ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ്റൽ ഫിനിഷിലെ ബമ്പറും ബാക്ക് പ്രൊഫൈലും കാണാനായിട്ട് സാധിക്കും. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് ഓരോതിൻ്റെ ബൂട്ട് സ്പേസ് വന്നുള്ളത്. ഏകദേശം 433 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പാർസൽ ട്രേ കാണാൻ സാധിക്കും. ബോസിന് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ചാർജിങ് ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിൻ്റെ വയറും കാര്യങ്ങളും ചാർജിങ് കിറ്റാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചാർജർ. ടോപ്പ് എൻഡ് മോഡൽ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ചാർജ് ലഭിക്കുന്നതാണ്. നേരെ ക്ലോസ് ചെയ്ത് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാം. റിവേഴ്സ് ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഡുവൽ ടോൺ കളറാണ് പാഡ് വന്നുള്ളത്. മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ഡോർ ഹാൻഡിലും കാണാൻ സാധിക്കും. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. പിന്നെ ബോസിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കളർ ഗാർഡാണ് വന്നിട്ടുള്ളത്. അത് ഊരി വെച്ചിരിക്കുകയാണ് ഷോറൂമിൽ. അതുപോലെ ഇവിടെ സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 വേ അഡ്ജസ്റ്റ് ആയ ഇലക്ട്രിക് സീറ്റ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വെന്റിലേറ്റഡ് സീറ്റും കൂടിയാണ്
ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു കംഫർട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ, ഒരു ബക്കറ്റ് സീറ്റിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല ഇവിടെ ഗ്രീൻ ലൈന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രെറ്റ ഇലക്ട്രിക് ഒരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ വാവ്, ഏറ്റവും പുതിയ ക്രെറ്റയുടെ ഇലക്ട്രിക് വേർഷൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും പുതിയ ക്രെറ്റ ഈയുടെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ക്രെറ്റയുടെ ടോപ്പ് എൻഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എൻലൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻലൈൻ നമുക്ക് ധാരാളം ഒരു റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും, അതുപോലെ ഇവിടെ കാണാൻ സാധിക്കും, ഒരു ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം എലമെൻറ്റ്സ് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെയൊക്കെ നമുക്കൊരു ഗ്രീൻ സ്ട്രിപ്പാണ് പോയിട്ടുള്ളത്. ഒരു EV ഫീൽ നമുക്ക് ലഭിക്കേണ്ടത് കാണുമ്പോൾ തന്നെ. അതുമാത്രമല്ല സീറ്റൊക്കെ റീസൈക്കിളബിൾ സീറ്റ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ്, വെന്റിലേറ്റഡ് സീറ്റ്സാണ് ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിയറിങ്ങും പുതിയൊരു സ്റ്റിയറിംഗ് വീലും വന്നിട്ടുള്ളത്. ഒരു ഹ്യുണ്ടായിയുടെ ഒരു ഐഡൻറ്റിറ്റി കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല സ്റ്റിയറിംഗ് വീല്. കംപ്ലീറ്റ് പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാം. ടയർ പ്രൊസീജർ മോണിറ്റർ, അത് ഡ്രൈവർ അസിസ്റ്റൻറ്റ്, ട്രിപ്പ്, മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്, കോമ്പസ്, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ഇത് മീഡിയ കൺട്രോൾ ബട്ടൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് മീഡിയ ഇൻഫോടൈംസിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഗിയർ നോബ് നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. സാധാരണ EV ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റോട്ടറി സ്വിച്ചിട്ട് കൊടുക്കുക, ഒരു ഗിയർ നോബ് എവിടെയും കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഗിയർ നോബ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മേഴ്സിഡീസിൽ കാണുന്ന പോലെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഗിയർ നോബ്. എന്നാലും വെറൈറ്റി ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു എലമെൻ്റായിട്ട് തോന്നി. വെറൈറ്റി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. പിന്നെ അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലിയൊരു സൈസിൽ കൊടുത്തിട്ടുള്ള ഗിയർ നോബ് നല്ല ക്യൂട്ടായിട്ട് കൊടുത്തു. ഗവൺമെൻറ്റിൽ ഫിനിഷ് കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ട് കൊടുത്തു. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് തിരിക്കലാണ് ഗിയർ നോബ് മാറുക. അതുപോലെ നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോടൈം സിസ്റ്റം 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ അതിൽ വന്നിട്ടുള്ളത്. ധാരാളം കണക്ടിവിറ്റി ഉണ്ട്. അത് ബ്ലൂ ലിങ്ക് പോലെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഫോണിൽ നമുക്ക് വണ്ടി കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാം, AC ഓൺ ആക്കാം, എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്, നമുക്ക് എല്ലാതും നമുക്ക് ഫോണിൽ അറിയാൻ സാധിക്കും. ഓവർ സ്പീഡ് ആണെങ്കിൽ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരെ ലഭിക്കും. അങ്ങനെ എത്ര ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ EV എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചാർജിങ് സ്റ്റേഷൻ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നാവിഗേഷൻ, മാപ്പ്, ഫോൺ പ്രൊഡക്ഷൻ, വോയിസ് മെമ്മോ, ക്ലൈമറ്റ്, AC ക്ലൈമറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല വേറെ ഫീച്ചറാണ് ഈ ഫസ്റ്റ് സെഗ്മെൻറ്റ് വന്നൊരു ഫീച്ചറാണ് ഇൻ കാർ പേയ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും EV സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. പക്ഷെ നമുക്ക് വാൽ കാർഡ് വെച്ചിട്ട് ഇതിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് കണക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. അതുപോലെ സെറ്റിങ്സിൽ വെഹിക്കിൾ, ഇത് ഡ്രൈവ് മോഡ്, ക്ലസ്റ്റർ, ക്ലൈമറ്റ്, സീറ്റ് ലൈറ്റ്, അത് വണ്ടിയുടെ ഇൻറ്റീരിയർ ആണ്. പക്ഷേ ഇതിൽ കൊടുത്ത വണ്ടി ക്രെറ്റ ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ക്രെറ്റ അല്ല ഇത് കൊടുത്തിരുന്നത്, വേറെ ഏതൊരു വണ്ടിയാണ്. അയോണിക് ആണോ എന്ന് ഡൗട്ടുണ്ട്. നേരെ ബാക്ക് എടുത്തിട്ട് ബ്ലൂ ലിങ്ക് കണ്ടിന്യൂറ്റി. പിന്നെ ജനറൽ നോക്കുകയാണെങ്കിൽ സിസ്റ്റം, ലാംഗ്വേജ്, കീബോർഡ്, മീഡിയ, കണക്ടിവിറ്റിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതൊരു നല്ലൊരു കാര്യമാണ് ഒരു ഇൻ കാർ പേയ്മെൻറ്റ് ഉള്ളത്. നമുക്കിതിൽ തന്നെ കൊടുക്കാൻ സാധിക്കും അതിൻ്റെ പേയ്മെൻറ്റ്. AC വെൻസ് കൊടുത്തിട്ടുണ്ട്, AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡുവൽ സോൺ AC കൺട്രോൾസാണ് അതിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, C പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ലഗിൻ്റെ ചാർജിങ് സോക്കറ്റും കാണാനായിട്ട് സാധിക്കും അവിടെ. പിന്നെ ഇത് വയർലെസ് ചാർജിങ് പോർട്ടല്ല, NFC കാർഡ് ചാർജ് ചെയ്യാനുള്ള പോർഷനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. സ്റ്റോറേജ് സ്പേസാണ് വന്നുള്ളത്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ രണ്ട് സൈസിൽ കൊടുത്തത് അത്യാവശ്യം വലിപ്പമുണ്ട്. കുറച്ച് ചെറുതാണ് ഈ ഒരു കപ്പ് ഹോൾഡർ വന്നത്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്. പിന്നെ ഡ്രൈവ് മോഡ്, നമുക്ക് ഡ്രൈവ് മോഡ് മാറുമ്പോൾ നമുക്ക് ക്ലസ്റ്ററിൽ തീം മാറും. എക്കോ, നോർമൽ വരുമ്പോൾ നമുക്ക് ഒരു റോൾസസ് ഗോസ്റ്റിൻ്റെ ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്പോർട്ട്, എക്കോ എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അല്ല വെന്റിലേറ്റഡ് സീറ്റ്സ് ഓണും ഓഫ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസാണ് കൂടുതൽ വന്നിട്ടുള്ള ഈ വാഹനത്തിൽ.
ക്ലോ ബോക്സും അവിടെയും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. പിന്നെ SOSൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ടോയ് ചെയ്യാനുള്ളൊരു സേഫ്റ്റി ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൺഷെയ്ഡ്, പാസഞ്ചറിൽ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡിങ് ലാമ്പും വന്നിട്ടുണ്ട്. കണ്ടോ, ലാമ്പ് നമുക്ക് ഇങ്ങനെ ഓണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പെനോർമിക് സൺറൂഫാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് 3:15 3:12. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് നേരെ ക്ലോസ് ചെയ്തേക്കാം. നമ്മൾ ഒട്ടും പ്രിപ്പയർ ആയിട്ട് വന്നതല്ല. നമ്മൾ ഷോറൂമിൽ സ്റ്റാഫ് വണ്ടി പെട്ടെന്ന് വന്നപ്പോൾ വീഡിയോ ചെയ്ത് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നതാണ്. പോപ്പുലർ ഉണ്ടായെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. ബാക്കിയുള്ള ഷോറൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. വണ്ടി വന്ന് അപ്പോൾ വിളിക്കും. പ്രത്യേകിച്ച് നമ്മളെ ഷെബീർക്ക. അപ്പോൾ അവൻ്റെ നമ്പറുകളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൂമിൽ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ സെക്കൻഡ് റൂമിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ള സെക്കൻഡ് റൂമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡ് നോക്കും ഡുവൽ ടോൺ കളറിലുള്ള ഡോർ പാഡ് എന്നുള്ളത്. ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കർട്ടൻ വെയിലൊക്കെ അടിക്കുന്നത് നല്ലൊരു കാര്യമാണ് കർട്ടൻ കൊടുക്കുന്നത്. അതുമാത്രമല്ല ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക്, പവർ കൺട്രോൾ. അതുപോലെ തന്നെ ബോസിൻ്റെ സ്പീക്കർ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ക്രെറ്റ ഹ്യുണ്ടായി നമ്മൾ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള റോ സെക്കൻഡ് റോയിലാണെന്നാണ്. അത് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ടേബിള് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് കൊടുക്കുന്നത്. 5 kg നമ്മൾ തൂക്കാനും സാധിക്കുന്നതാണ് ഇവിടെ. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 സീ പോർട്ട് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ ഉള്ള ഹോൾഡർ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കവറുള്ള കാരണം കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സീറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ ഫീൽ നമുക്ക് ലഭിക്കണം. പക്ഷേ വെന്റിലേറ്റർ ഫ്രണ്ടിൽ 2 സീറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നല്ലൊരു ഹെൽമെറ്റായിട്ട് തോന്നി. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. നമുക്ക് എങ്ങനെ വലിയ കംഫർട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാനും പറ്റുന്ന ഒരു സെക്കൻഡ് റോണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാറ്ററി പാക്കേജ് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാറ്ററി പാക്കേജിനെ കുറിച്ച് ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് 51.4 kW ബാറ്ററി പാക്കേജാണ്. അതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് 473 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. റേഞ്ച് പറഞ്ഞാൽ മൈലേജ് പറയുന്നത്. അതിൻ്റെ BHP നോക്കുകയാണെങ്കിൽ 171 ഇതിന് BHP പറയുന്നത്. 255 Nm ടോർക്കും അങ്ങനെ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ ബാറ്ററി പാക്കേജ് നോക്കുകയാണെങ്കിൽ 42 kW ബാറ്ററി പാക്കേജാണ് അതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 390 അതിൻ്റെ റേഞ്ച് പറയുന്നത്. അതിൻ്റെ PS നോക്കുകയാണെങ്കിൽ 113 ടോർക്ക് 255 Nm ടോർക്ക് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഫ്രങ്ക് സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പ് ഉണ്ടോ, ഇതിങ്ങനെ പ്രസ് ചെയ്യണമെങ്കിൽ ഇത് ഓപ്പണേ വരും. കണ്ടോ, നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. ഞാൻ ഹൈലക്സിൻ്റെ വീഡിയോയിൽ ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസ്. അവിടെ പലരും നെഗറ്റീവായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് MDMA കഞ്ചാവൊക്കെ നമുക്ക് എടുത്താന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആരും കമൻറ്റ് ചെയ്യരുത്, കൊണ്ടുപോകും ചെയ്യരുത്. അതൊക്കെ നിയമലംഘനമാണ്, ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ക്രെറ്റ EVൻ്റെ വിശേഷം എന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടോ സർവീസ് ഇവിടെ എന്ത് വേണമെങ്കിലും പോപ്പുലർ ഹ്യുണ്ടായി കോൺടാക്ട് ചെയ്യുക. താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറുപുറപ്പിലേക്ക്. അപ്പോൾ